എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ജനപ്രതിനിധിയും ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ലാത്ത മണ്ടത്തരം അഥവാ പൊട്ടത്തരം അഥവാ വിവരക്കേട്, അതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അഭിമുഖം നൽകുകയായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തകനായ ശ്രീ അരുൺകുമാറിന്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം, കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിട്ടുള്ള PM ശ്രീ കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കില്ല എന്ന് ആദ്യം ഒരു നിലപാടെടുക്കുന്നു. അതിനെക്കുറിച്ച് വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നൽകുന്നു. അതിനുശേഷം ആരും അറിയാതെ ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് തങ്ങളുടെ എല്ലാവിധ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ തന്നെ വഞ്ചിക്കുന്നു എന്ന തരത്തിലുള്ള കടുത്ത ആക്ഷേപം CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെയും നേതാക്കന്മാരുടെയും അണികളുടെയും കടുത്ത വിമർശനത്തിന് കാരണമായിരിക്കുന്ന ഒരു യു-ടേൺ. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരത്തെ ശ്രമിച്ചിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെടുന്നതാണ് കണ്ടത്. അവസാനം നമ്മൾ ഈ PM ശ്രീ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയാണ് ചെയ്തിരുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിലും ഒരു വ്യക്തിയും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വിവരക്കേടാണ് ശ്രീ വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിനെ കേവലം വിവരക്കേട് എന്നല്ല, മറിച്ച് തട്ടിപ്പ് എന്ന് വേണം വിളിക്കാൻ. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിനുള്ള ഒരു ശ്രമം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ലെവലേശം ഉളുപ്പില്ലാതെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു മന്ത്രി എന്ത് തരത്തിലുള്ള സന്ദേശമാണ് യുവതലമുറയ്ക്ക് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇടതുപക്ഷത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആലോചിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞ മണ്ടത്തരം എന്ന് നോക്കാം. നമുക്കറിയാം, PM ശ്രീ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവിടെ നിന്നെല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് 15,000-അടുത്ത് സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അതിനെയെല്ലാം മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ഉയർത്തുക, അവിടെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും വർദ്ധിപ്പിക്കുക, അതെല്ലാം തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലത്തേക്ക് അതിനെ മാറ്റുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കടന്നു വരുന്നില്ല. കാരണം പൊതുവിദ്യാഭ്യാസ പദ്ധതി, നമ്മുടെ പുതിയ NEP അനുസരിച്ച് എങ്ങനെയാണ് വിദ്യാഭ്യാസം നടത്തേണ്ടത്, അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ഭാഷകളാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസ്ഥാന തലത്തിലുള്ള തീരുമാനം എന്താണോ അതിനെ പൂർണ്ണമായും നടപ്പാക്കാനുള്ള എല്ലാവിധ അവകാശവും അധികാരവും അതാത് സംസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ വലതുപക്ഷ നയങ്ങളെയൊക്കെ തന്നെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ, ചരിത്രത്തിനെ ഒക്കെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ NEP നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ PM ശ്രീ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ സമഗ്ര ശിക്ഷ അഭിയാൻ നടപ്പാക്കുന്നത് എന്നൊക്കെയുള്ള വാദങ്ങളൊന്നും തന്നെ വിലപ്പോകുന്നതല്ല. കാരണം BJP ഇതര സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഇതെല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പരാതികളും ഇല്ലാതെ തന്നെ അതൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇതിൽ കേന്ദ്രത്തിൻ്റേതും സംസ്ഥാനത്തിൻ്റേതുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകേണ്ടതുണ്ട്. വലിയൊരു പങ്ക്, 60% അതിൻ്റെ തുക നൽകുന്നത് കേന്ദ്രമാണ്. സമഗ്ര ശിക്ഷ അഭിയാനുമായിട്ട് അതിനെ ടൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് എന്ന രീതിയിലാണ് സമഗ്ര ശിക്ഷ അഭിയാനും PM ശ്രീയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും ഒക്കെ ചേർന്ന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതോ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞത് ഇത് കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള സിലബസും കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ചരിത്രവും ഒക്കെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുത്തിത്തിരികുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ വലതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ വിവരക്കേട് നമ്മുടെ നാട്ടിലുള്ള പല തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ആവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വലിയ സൗകര്യങ്ങൾ കിട്ടേണ്ടിയിരുന്ന നമ്മുടെ നാട്ടിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരുന്ന ഒരു സാഹചര്യം നമുക്ക് നിഷേധിക്കപ്പെട്ടു. അത് നിഷേധിച്ചത് കേന്ദ്ര സർക്കാരല്ല, മറിച്ച് യാതൊരു വിധത്തിലുള്ള ലക്ഷ്യബോധവുമില്ലാതെ വികലമായ നയങ്ങളുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് വസ്തുത. സമഗ്ര ശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതികളൊക്കെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നടപ്പാക്കുമ്പോൾ ഇതിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ തുക എത്രയാണോ അത് സംസ്ഥാനങ്ങൾക്ക് അലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ സംസ്ഥാന സർക്കാരിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, PM ശ്രീ നടപ്പാക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ സമഗ്ര ശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന ഏതാണ്ട് 1,500-2,000 കോടി രൂപ നൽകാനൊരു നിർവാഹവും ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലടക്കം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം പറഞ്ഞത് ഇതിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷം മാത്രമാണ് ഇതിൻ്റെ ഫണ്ട് റിലീസ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പണം കിട്ടിയതിന് ശേഷം ഇവിടെ നമുക്ക് മറ്റു പല പരിപാടികളുമുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ സാലറീസ് പേ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഫണ്ടിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ നമുക്ക് പണം വേണം, പക്ഷേ നമുക്ക് ഈ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടാനായിട്ട് ഒരു താല്പര്യവുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് രഹസ്യമായിട്ട് ഉദ്യോഗസ്ഥരെ അയച്ച് ഈ ധാരണാപത്രം കേന്ദ്രവുമായിട്ട് നമ്മൾ ഒപ്പിടുന്നത്. ആ ധാരണാപത്രം നമ്മൾ രഹസ്യമായിട്ട് ഒപ്പിടുന്നു. ആദ്യ ഗഡുവായിട്ട് ഏതാണ്ട് 90 കോടി രൂപ കേന്ദ്ര സർക്കാർ ഒരു താമസവുമില്ലാതെ നമുക്ക് അനുവദിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് CPI വിവാദമുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിനെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു, നടപ്പാക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഒരു സമിതിയൊക്കെ രൂപീകരിക്കുന്നു. ആ സമിതി നാളിതുവരെ മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല. എന്ത് പറഞ്ഞിട്ടാണ് മീറ്റിംഗ് കൂടുന്നത്? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇരട്ടത്താപ്പും ഉടായ്പുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മലന്ന് കിടന്ന് മുകളിലേക്ക് തുപ്പേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് പോലും ഇതുവരെ നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മന്ത്രി ശിവൻകുട്ടി റിപ്പോർട്ടർ TVയുടെ ശ്രീ അരുൺകുമാറിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ കേന്ദ്രത്തിനെ പറ്റിക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്ന്. കേന്ദ്ര സർക്കാർ പണം നൽകാതെ ഒരു ചട്ടമ്പിയെ പോലെ പെരുമാറുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കുക എന്നുള്ള ഒരു താല്പര്യവും ഒരു ഉദ്ദേശവും ഇല്ലാതെ ആ പണം കിട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാനായിട്ട് തീരുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. നുണ പറഞ്ഞുകൊണ്ട് ഈ കരാറിൽ ഒപ്പിടുകയും അതുവഴി ആ പണം കിട്ടുമെങ്കിൽ അത് അടിച്ചു മാറ്റാം എന്ന് പറയുകയും ചെയ്യുക, അതും സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അതിൽ താഴേക്ക് ജനാധിപത്യ ബോധം താഴാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. തനിക്ക് തോന്നുന്ന രീതിയിലത്തേക്കുള്ള തെറ്റായ നടപടികളൊക്കെ തന്നെ ചെയ്യുന്ന സർവ്വ വിവരക്കേടുകളും ഇതേപോലെ വിളിച്ചു പറയുന്ന ആൾക്കാരല്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ബോധം ഈ സർക്കാരിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് വസ്തുത. ശ്രീ ശിവൻകുട്ടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇവിടെ കേന്ദ്രം ചട്ടമ്പിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധ മര്യാദകേട് കാണിക്കാനായിട്ട് ശ്രമിച്ചത് ശ്രീ ശിവൻകുട്ടിയാണ്. കരാർ ഒപ്പിടാൻ പോകുന്നു, പക്ഷേ കേന്ദ്രത്തിനെ കളിപ്പിക്കുകയാണ്, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ക്രെഡിബിലിറ്റിയാണ്, എന്ത് വിശ്വാസ്യതയാണ് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മളെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ മന്ത്രിക്കുള്ളത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. നാളെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നമ്മൾ നടത്തിയിരുന്നു എങ്കിൽ, അത് CPI ഇടപെട്ട് പിടിച്ചില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും കേന്ദ്ര സർക്കാർ, BJP കേരളത്തിനെക്കുറിച്ച്, ഇവിടെയുള്ള മന്ത്രിസഭയെക്കുറിച്ച് പറയുന്നത് എന്നാലോചിച്ച് നോക്കുക. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാർ എന്ന് പറയില്ലേ? കേന്ദ്രത്തിൽ നിന്നുള്ള പണം അടിച്ചു മാറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനം, അങ്ങനെയുള്ള ഒരു പാർട്ടി CPM, അതിൻ്റെ മന്ത്രി ശിവൻകുട്ടി, അതിൻ്റെ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ഒരു സംസ്ഥാനം എന്ന പേരിലുള്ള ഒരു ചീത്തപ്പേര് നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ശിവൻകുട്ടി ഈ മര്യാദഘട്ട നടപടിയിലൂടെ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ശ്രീ ശിവൻകുട്ടി അങ്ങനെ ചെയ്യുന്നതോ CPM അങ്ങനെ ചെയ്യുന്നതോ നമ്മളെ ഞെട്ടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കേണ്ടതില്ല. പല മര്യാദഘട്ട പരിപാടികളും നമ്മൾ ഇതിനു മുമ്പും ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെ ഹനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മര്യാദകേട്, ശുദ്ധ തോന്നിവാസം കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഇടതുപക്ഷത്തു നിന്നുള്ള അനുഭാവികളായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എത്തിക്കേണ്ടതാണ്. കാരണം ഒരു കാര്യത്തിനെക്കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ടിതെന്തോ മഹാകാര്യമാണ് എന്ന രീതിയിലത്തേക്ക്, അതായത് കേന്ദ്രത്തിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എന്നുള്ളത് എന്തോ വലിയ മഹത്തായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് എന്ന മട്ടിൽ ഞാനിത് ആദ്യമായിട്ട് റിപ്പോർട്ടർ TVയോടാണ് വെളിപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണം കെട്ട, നെറികെട്ട ഒരു പ്രസ്താവനയാണ് ശ്രീ ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് നാണക്കേട് തോന്നുന്നത്, എൻ്റെ മകളും നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രൈമറി തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവളുടെ താല്പര്യങ്ങളെയൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്നത് ഇങ്ങനെ വാക്കിന് വിലയില്ലാത്ത ഒരാളാണല്ലോ മന്ത്രിയായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് എൻ്റെ തൊലി പൊളിയുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാട്ടിലുള്ള രക്ഷകർത്താക്കളായിട്ടുള്ള ആൾക്കാരുടെ, അതല്ലാത്ത സാധാരണ പൗരന്മാരുടെ ഒക്കെ തന്നെ തൊലി പൊളിയുന്ന പരിപാടിയാണത്. നമുക്ക് ഏതെങ്കിലും ഒരു പരിപാടി നടത്താനായിട്ട് താല്പര്യമില്ല എങ്കിൽ നമ്മൾ താല്പര്യമില്ല എന്ന് പറയുക. ഇനി സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട പണം നിങ്ങൾ ഈ ധാരണാപത്രം ഒപ്പിടാതെ തന്നെ അത് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് എങ്കിൽ അതൊന്നുകിൽ കേന്ദ്ര സർക്കാരിനോട് പറയണം. കേന്ദ്ര സർക്കാർ വഴങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാടിനെ പോലെ കേസ് കൊടുക്കാനായിട്ട് പോകണം. തമിഴ്നാട് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് അവർ കേസിന് പോകുന്നു. ആ കേസ് ഒന്നും എങ്ങും എത്തിയിട്ടില്ല, അത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പരിഗണിക്കും. ആ സമയത്ത് അതിലൊരു പക്ഷേ യുക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. ഒന്നുകിൽ ഫണ്ട് കൊടുക്കണം എന്ന് പറയും, അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പോളിസിയാണ് ശരി എന്ന് പറഞ്ഞേക്കാം. അതെന്തായാലും നിയമപരമായിട്ടൊരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനം ചെയ്യേണ്ടത് എന്താണോ അതാണ് തമിഴ്നാട് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഇമ്മാതിരി പരിപാടിയല്ല അതിൽ കാണിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ശ്രീ ശിവൻകുട്ടി മനസ്സിലാക്കണം. കാരണം ഇതൊന്നും തന്നെ മര്യാദ എന്നുള്ള ഒരു വാക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രവൃത്തികളല്ല.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യത്തിനെ, മലയാളികളുടെ അഭിമാനത്തിനെ പണയം വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ശിവൻകുട്ടി ശ്രമിച്ചത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുശേഷവും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ്, അസത്യമാണ്, ശുദ്ധ മണ്ടത്തരവും മര്യാദകേടുമാണ്. അതെന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് താൻ ഈ വലിയ മഹാകാര്യം, കേന്ദ്രത്തിനെ കബളിപ്പിക്കുക എന്നുള്ള മഹാകാര്യം ചെയ്യുമ്പോൾ താൻ ആ ചെയ്തിരിക്കുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് അദ്ദേഹം പറയുന്നത് മറ്റു പല സംസ്ഥാനങ്ങളും ഇതേപോലെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം പണം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ PM ശ്രീ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് അവാസ്തവമായിട്ടുള്ള, അസത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നുണയാണ്, പച്ചക്കള്ളമാണ്. നമുക്കറിയാം, PM ശ്രീയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായമുള്ള 3 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിലൊന്ന് കേരളം, മറ്റൊന്ന് ബംഗാൾ, ഇനിയൊന്ന് തമിഴ്നാട്. ബംഗാളിന് റിലീസ് ചെയ്തിട്ടില്ല പണം, കാരണം അവർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടില്ല. തമിഴ്നാടിനും പണം റിലീസ് ചെയ്തിട്ടില്ല, കാരണം അവരും ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. ഇനി BJP ഇതര രാഷ്ട്രീയമുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയമുള്ള നിരവധി സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, അവിടെയും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, കോൺഗ്രസിന് ഭരണമുള്ള തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കർണാടകം. അവിടെ 585 സ്കൂളുകളെ PM ശ്രീ പദ്ധതിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ 199 PM ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തെലങ്കാനയിലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെ 794 PM ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതേപോലെ തന്നെ PM ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയമല്ല അവർ പരിഗണിച്ചത്, കുട്ടികളുടെ ഭാവിയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി കുട്ടികളുടെ ഭാവിയെ, അവർക്ക് കിട്ടേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അത്തരത്തിലുള്ള ഫെസിലിറ്റികൾ, ഇതിനെയൊക്കെ കണ്ടിരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു തരത്തിലുള്ള വൈമനസ്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ശ്രീ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ട് പണം വാങ്ങി അവിടെ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. ഒരു മണ്ടത്തരം നമ്മൾ പറയുകയാണെങ്കിൽ ആ മണ്ടത്തരവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനുള്ള ബാധ്യതയും നമുക്ക് തന്നെയാണ് എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിൻ്റെ പേരിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടിട്ട് പണം വാങ്ങിയിട്ട് പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതേ മോഡലാണ് നമ്മളും പിന്തുടരാനായിട്ട് ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം ഇവിടെ കാണിക്കുന്ന രണ്ടാമത്തെ മണ്ടത്തരം, നമ്മുടെ കേരളത്തിനെ നാണക്കെടുത്തുന്നതിന് വേണ്ടി മറ്റുള്ള പല സംസ്ഥാനങ്ങളും കള്ളത്തരം കാണിച്ചു എന്നുള്ള ഒരു ദുരാരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നമ്മുടെ താല്പര്യത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരിക്കണമെന്നില്ല ഭരിക്കുന്നത്. പക്ഷേ അതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ആ ഓരോ എൻറ്റിറ്റിക്കും വ്യക്തമായി അഭിമാനമുണ്ട്, അവിടെയുള്ള ജനങ്ങൾക്കും അഭിമാനമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് പലരും ഇതേപോലെ പദ്ധതി ഒപ്പിട്ടതിന് ശേഷം പണം വാങ്ങി നടപ്പാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അവരും കേന്ദ്രത്തിനെ പറ്റിക്കാനായിട്ടാണ് നോക്കിയിരിക്കുന്നത് എന്ന്. എങ്ങനെയാണ് ഇങ്ങനെ ലജ്ജയില്ലാതെ, ഉളുപ്പില്ലാതെ ഇത്തരത്തിലുള്ള നുണകളൊക്കെ തന്നെ പറയാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ CPM-നെങ്കിലും സാധിക്കണം. ശ്രീ ശിവൻകുട്ടിയുടെ വിശദീകരണം ഒരു തരത്തിലും തൃപ്തികരമാവില്ല എന്ന് നമുക്കറിയാം. CPM-ൻ്റെ വിശദീകരണം മുട്ടൻ കോമഡി ആയിരിക്കും എന്നതിനെക്കുറിച്ചും നമുക്കറിയാം. സത്യത്തിൽ ഇവിടെ ചട്ടമ്പിയായത് സംസ്ഥാന സർക്കാരാണ് എന്നതിനെക്കുറിച്ച് ശ്രീ ശിവൻകുട്ടി മനസ്സിലാക്കണം. ഒരു റൗഡിയെ പോലെ അല്ല ഒരു സംസ്ഥാനം പെരുമാറേണ്ടത്. ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ട് ആ ഒപ്പിടുമ്പോൾ അപ്പുറത്തുള്ള കക്ഷി ആരാണോ അവരെയും വഞ്ചിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ വഞ്ചിച്ചുകൊണ്ട് പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ആ കേന്ദ്രത്തിനെ കളിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ്റിപ്പിക്കൽ പരിപാടി ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ളയാളിന് നല്ലതല്ല, മര്യാദയല്ല എന്ന് മാത്രമാണ് ശ്രീ ശിവൻകുട്ടിയോട് പറയാനുള്ളത്. താങ്കൾ ഇത്തരത്തിലുള്ള പല നമ്പറുകളും ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും കൂടി പണയപ്പെടുത്തിക്കൊണ്ട് ഇമാതിരി മര്യാദഘട്ട പരിപാടി നടത്തരുത് എന്ന് താങ്കളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട്, താങ്കളാണല്ലോ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന കാര്യത്തിൽ ലജ്ജിച്ച് തല താഴ്ത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലേശം ഉളുപ്പൊക്കെയാകാം എന്നുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന് നല്ലത് വരട്ടെ, പിള്ളേർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. CPM-നോട് ഇദ്ദേഹത്തിനെ മന്ത്രിയാക്കിയതിന് വലിയ നന്ദിയുണ്ട് സാറേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.